സ്വാമിയോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജയശങ്കറിന്റെ ദൂതുമായി എന്നെ കാണാൻ വരരുതെന്ന്. അതല്ല മാഡം, ഈ ഒരു കാര്യം മാത്രം മതി. ഇതൊഴിച്ച് മറ്റെന്ത് ഡീലിനും ജയശങ്കർ സാർ ഒരുക്ക. അങ്ങനെ ജയശങ്കറിന്റെ ഇഷ്ടോ സമ്മതം നോക്കി തീരുമാനം എടുക്കാനല്ല തങ്കച്ചി വന്നിരിക്കുന്നത്. തങ്കച്ചി തീരുമാനിക്കും, ജയശങ്കർ അത് അനുസരിക്കും, അതേ നടക്കൂ. അല്ല മാഡം, ഇത്ര നാള് ജീവിച്ച വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോവാന്ന് വെച്ചാ അത് സാറിന് സഹിക്കാൻ പറ്റില്ല. അയാൾക്ക് സഹിക്കാൻ പറ്റരുത്. അതിനുവേണ്ടി തന്നെയാണ് ആദ്യം വീട് അറ്റാച്ച് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. 18 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം വീടും നാടും ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് പ്രാണനും വാരിപ്പിടിച്ച് നാട് വിട്ടപ്പോ ഞാനും ഇതൊക്കെ അനുഭവിച്ചതാ. എല്ലാത്തിനും കാരണം ജയശങ്കർ. ഞാൻ അനുഭവിച്ചതിന്റെ 10 ഇരട്ടി ഞാൻ അയാൾ അനുഭവിപ്പിക്കും. കുറച്ച് സാവകാശമെങ്കിലും കൊടുത്തേന്നുങ്ക. ഇല്ല സ്വാമി, സമയത്തിന് ഒരുപാട് വിലയുണ്ട്. ഒരു വിലയില്ലാത്ത ജയശങ്കറിന് വേണ്ടി ഇനിയും എന്റെ സമയം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. മായരഞ്ജനി ഉറങ്ങുന്ന ആ മണ്ണിൽ സർവാധികാരത്തോടെ എനിക്ക് ചവിട്ടി നിൽക്കണം. ജയശങ്കറിന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്നതിന് തുല്യമാ അത്. പട്ടേരിയെ നോക്കിയിട്ടൊന്നും ഒരു കാര്യമല്ല സ്വാമി. പട്ടേരി എന്റെ മാനേജർ മാത്രമാണ്. കണക്കപ്പിള്ള ഞാൻ പറയുന്നത് അനുസരിക്കാൻ മാത്രമാണ് ജോലി, അല്ലേടോ? അതെ മാഡം. സ്വാമി ഇനി നിന്ന് സമയം കളയണ്ട, ചെല്ല്. തങ്കച്ചിയുടെ മറുപടിക്കായി ജയശങ്കർ കാത്തിരിക്കുകയായിരിക്കും. ഇരുത്തി ഒരുപാട് മുഷിപ്പിക്കാതെ മറുപടി കൃത്യമായി ചെന്ന് പറഞ്ഞേക്ക്. ആരും തുണയില്ലാതെ ജയശങ്കർ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന കാണാനാണ് ഈ തങ്കച്ചി ആഗ്രഹിക്കുന്നതെന്ന്.